CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് ഇ ഡി വിലയിരുത്തൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാണ് നീക്കം. SFIO റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഇ ഡി നടപടി. ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ നിലവിലുള്ളതിനാൽ കേസിലെ ചോദ്യം ചെയ്യൽ വൈകും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏത് തരത്തിലേക്ക് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്കാണ് ഇ ഡി എത്തിച്ചേരുന്നത്? അനുജ, കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ സത്യവീർ സിംഗ് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. കോടതിയിൽ നിന്നും അതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ സിനിയുടെ നേതൃത്വത്തിൽ, സിനി IRSന്റെ നേതൃത്വത്തിൽ അത് പരിശോധിച്ചു. തുടർന്നാണ് ഇതിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇ ഡി നീക്കം ആരംഭിച്ചിട്ടുണ്ട്. PMLA വകുപ്പുകൾ കേസിൽ ചുമത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത്. CMRL എക്സാലോജിക് കരാറിലെ SFIO റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ ഇതിൽ ചോദ്യം ചെയ്യലിന് ചില പ്രശ്നങ്ങൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അത് ഇപ്രകാരമാണ്. മാസപ്പടി കേസിലെ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ വൈകും എന്നാണ് പുറത്തുവരുന്ന വിവരം. ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുന്നതിന് ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ നിലവിലുണ്ട്. അത് കഴിഞ്ഞ വർഷം അത് സ്റ്റേ ചെയ്തതാണ്. ആ കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച സ്റ്റേ ഇനിയും നീക്കിയിട്ടില്ല. ഈ സ്റ്റേ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തെങ്കിലും മാറിപ്പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഹൈക്കോടതി വെക്കേഷനാണ്. ഒന്നുകിൽ വെക്കേഷൻ ബെഞ്ചിൽ അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞു വരുന്ന മുറയ്ക്ക് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യിക്കാനുള്ള നീക്കം നടത്തും. തുടർന്നായിരിക്കും ഇവരെ ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക. അതാണ് CMRL എക്സാലോജിക് മാസപ്പടി കേസിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന വിലയിരുത്തലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേരുന്നത്. നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇ ഡി കടക്കുകയാണ്. എന്നാൽ ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ നിലവിലുള്ളതിനാൽ ചോദ്യം ചെയ്യൽ വൈകുമെന്ന വിവരമാണ് ശ്രീകാന്ത് നൽകിയത്.